പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ സെഹിയോനിലുള്ള എല്ലാ സെഹിയോൻ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി സന്യാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിൻ്റെ കൂട്ടായ്മയിൽ പന്തക്കോസ്ത് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പുതിയ പന്തക്കോസ്ത് അനുഭവം, ഒരു പുതിയ തുടക്കം, ആത്മാവിൽ തീ പിടിച്ച് ആത്മാക്കളെ നേടുന്ന ഒരു പുതിയ ശുശ്രൂഷ കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഈ അഭിഷേകത്തെ കാണുമ്പോൾ ദൈവമേ നമുക്ക് പന്തക്കോസ്തായി ഞങ്ങളൊന്നും ഒരുങ്ങാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള വലിയ സങ്കടത്തിൽ ഇരിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷമിക്കരുത്. ഈ ഒരു സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് വേണ്ട അഭിഷേകങ്ങൾ കർത്താവ് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനം വന്നവനടക്കം, പ്രിയമുള്ള 11-ാം മണിക്കൂറിൽ വന്നവനടക്കം കർത്താവ് ഒരുപോലെ ചില സമയത്ത് കർത്താവ് വേണ്ടത് അങ്ങോട്ട് തരും. അങ്ങനെയുണ്ട്. പക്ഷെ നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് മാത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, പണ്ട് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് ഒരു സെന്റൻസ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്, ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയല്ല പന്തക്കുസ്ത. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന് എല്ലാ ദിവസവും ഒരു പന്തക്കുസ്തയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പന്തക്കുസ്ത ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ അപ്പസ്തോലന്മാർ കഥ കടച്ചിരുന്നത് പോലെ അങ്ങോട്ട് ഇരിക്കണം. അതുകൊണ്ട് ഈ പന്തക്കോസ്ത കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പോരാ, എല്ലാ ദിവസവും കുറച്ച് സമയം കഥക് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കഥക്, കാതിൻ്റെ കഥക്, അല്ലേ, ഇതൊക്കെ ഇങ്ങനെ അടച്ച് ഇങ്ങനെ ഇരിക്കണം കുറച്ച് സമയം. എല്ലാ ദിവസവും ഒരു പന്തക്കോസ്ത തരും. അടച്ചങ്ങ് ഇരുന്നിട്ട് രാവിലെയൊക്കെ ഒരു കുറച്ച് സമയം ഇരുന്നിട്ട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു പന്തക്കോസ്ത ആയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്നേ. നമ്മൾ ശരിക്കും പറഞ്ഞ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിനും ഉത്തരവുണ്ട്. നമുക്കൊരു സാക്ഷ്യം ശ്രമിക്കാം. എൻ്റെ പേര് ലീന, മണിമൂളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് 5 വയസ്സായപ്പോൾ മുതൽ ഫിക്സ് വരാൻ തുടങ്ങിയായിരുന്നു. മരുന്ന് കൊടുക്കുമായിരുന്നു, എന്നാലും പിന്നെ വീണ്ടും വരുമായിരുന്നു. ഒരു ദിവസം 2016 നവംബർ മാസത്തിൽ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ സ്ഥിരം കാണുമായിരുന്നു അഭിഷേകാഗ്നി TV യിൽ കൂടി കേട്ടോ. പക്ഷേ ഒരു ദിവസം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവൾക്ക് പിന്നെ അസുഖം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ദൈവമേ, അവളുടെ തലയിൽ കൈവെട്ടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി ഇത് അവൾക്ക് ഉണ്ടാകാതെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അതോടുകൂടി അവൾക്ക് പിന്നെ ഉണ്ടായിട്ടുമില്ല. ഇപ്പം 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട് പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ പ്രാർത്ഥന ഇന്ന് 5 വർഷമായിട്ട് ഇതുവരെ ആ രോഗം പിന്നെ ഉണ്ടായിട്ടില്ല. 5 വർഷം കഴിഞ്ഞ് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രാർത്ഥനയ്ക്കും ഒരു ഉത്തരവുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി തന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം പിന്നെ കൊടുക്കാതിരിക്കുമോ? അല്ലേ? നമ്മൾ ഓൾറെഡി പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞതുപോലെ അത് ഉജ്ജ്വലിക്കുകയാണ് ചെയ്യേണ്ടത്. റോമ 8:32 വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ, അല്ലേ, സർവവും ദാനമായി നൽകാൻ പിന്നെ ഇത് തരാതിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനോടല്ല ഒത്തിനിയുടെ ചില ഭാഗങ്ങൾ നമുക്ക് പാടി നന്നായിട്ട് ദാഹിച്ച് മറുപടികളൊക്കെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിൻ്റെ നന്മകൾ നൽകുകയില്ലേ? ദാഹിക്കുന്നത് എന്നെ അടുക്കണമെന്ന് കുടിക്കട്ടെ എന്നല്ലേ വചനം. ഒരു കുറച്ച് ദിവസം വെള്ളം കുടിക്കാൻ നമുക്ക്
തരാതിരുന്നപ്പോൾ നമുക്കൊന്ന് ദാഹമാണ്, അതുപോലെ ദാഹിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കണം. കരങ്ങൾ കൂപ്പിയോ തുറന്നു പിടിച്ചോ യാചനാരൂപത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം പോലെ ആത്മാവിന് വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകം ഉച്ചരിക്കാൻ വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവജലത്തിൻ അരുവിയൊഴുക്കും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. ചേർന്ന് പാടാവോ? ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. നിത്യസഹായം ദാസരുളും പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. ശ്രീഹന്മാരിൽ ധീരത നൽകിയ പരിശുദ്ധാത്മാവേ, വലിയ ദാഹത്തോടെ ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. പാപബോധം ഞങ്ങൾ കേകും പരിശുദ്ധാത്മാവേ, വിശ്വാസത്തോടെ ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. വിശുദ്ധി തൻ കൃപ ഞങ്ങൾ കേകും പരിശുദ്ധാത്മാവേ, വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ച് ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. ആനന്ദത്താൽ നമ്മെ നിറയ്ക്കും ഏത് സാഹചര്യത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. ആശ്വാസത്തിൻ ദായകനാമൻ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. പ്രേഷിതരായ അഭിഷേകം ചെയ്യും പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അയക്കണമേ കർത്താവേ. ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ചൊരിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ നിൻ വരദാനങ്ങൾ ആരാധന സ്തുതിക്കുന്നു 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 ഹല 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 അക്ഷാരമായ പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ. ജ്ഞാനസ്നാനത്തിലോ സ്ഥൈര്യാപരത്തിൽ ഞങ്ങൾ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഉച്ചരിക്കണമേ. മൂലാശകളിലൂടെ ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവെ ജ്വലിക്കണമേ. കർത്താവ് എല്ലാ ഫലങ്ങളും ജ്വലിക്കട്ടെ, എല്ലാ ദാനങ്ങളും ഇപ്പോൾ ജ്വലിക്കട്ടെ, എല്ലാ വരങ്ങളും ജ്വലിക്കട്ടെ. ആരാധന 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 സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ സ്വഭാവങ്ങൾ നമ്മിലുണ്ടോ എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ തിരുവചനം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ തുറന്ന് കുറച്ച് പേരുകളുണ്ട് എന്നിവരെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. അതായത് ഈ അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിൽ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിദിനം ചില സഹായ വിതരണങ്ങൾ നടക്കുന്നുണ്ട് സഭകളിൽ. അപ്പം അതിനകത്ത് ഗ്രീക്കുകാരിലെ വിധവകൾക്ക് ഈ സഹായ വിതരണത്തിൽ അവർ അവഗണിക്കപ്പെടുന്നതായിട്ട് അവർ ചെന്ന് പരാതി പറയുക.
അപ്പോൾ അപ്പോസ്തലന്മാർ പറയുന്ന മറുപടി, ഞങ്ങളിങ്ങനെ ഈ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് വെച്ചിട്ട് ഈ സഹായ വിതരണ പരിപാടികളായിട്ട് നടന്നാൽ ശരിയായല്ല. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കണം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചോളാം. ഇത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മളിപ്പോൾ വായിച്ച വചനം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവർ ചെയ്ത കാര്യം എന്താ? ആ വചനം നിങ്ങൾ നോക്കിക്കേ. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ കുറേ ആൾക്കാരെ അങ്ങോട്ട് തിരഞ്ഞെടുത്തു. ആരെയാ തിരഞ്ഞെടുത്തത്? വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു ശ്രദ്ധ ആവശ്യമാണ്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലും ഈ ശ്രദ്ധ ആവശ്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള പലതരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പം തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മത്യാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ പഴയ നിമിത്തി 70 നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ചില സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വഭാവ ഗുണം എന്താ? ഒന്ന്, അവര് തിരഞ്ഞെടുത്ത ഒന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവര്, പിന്നെ വിശ്വാസമുള്ളവര്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇന്ന് പന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശ്വാസം നിറഞ്ഞ വ്യക്തികൾക്കുള്ള ചില സ്വഭാവ രീതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവരുടെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അത് ആ വചനഭാഗങ്ങൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മളിൽ ഈ സ്വഭാവ ഗുണമുണ്ടോ? പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, എനിക്ക് പല വിശ്വാസമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഈ സ്വഭാവം നമ്മളുണ്ടോ നോക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം കാണിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികളുടെ സ്വഭാവ വിശേഷങ്ങൾ കണ്ടാൽ അറിയാം അയാളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലെ വചനം എങ്ങനെയാണ് നമുക്ക് വായിക്കാം. കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞൊരു നല്ല മനുഷ്യനായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? അതായത് ഈ യഹൂദരോട് മാത്രമാണ് വാസ്തവത്തിൽ അപ്പസ്തോലന്മാരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്തേഫാനോസിൻ്റെ കല്ലെറിയൽ സംഭവങ്ങളുണ്ട്. അതിനെല്ലാം ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ ആൾക്കാർ പല സ്ഥലത്തേക്ക് ചിതറിക്കപ്പെട്ടു. അങ്ങനെ ചിതറിക്കപ്പെട്ട് സൈപ്രസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പിടിക്കപ്പെട്ടു. അതിനുശേഷം അങ്ങനെ ചിതറിക്കപ്പെട്ട ഒരു അന്ത്യോക്യയിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്കുകാരോട് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് വിശ്വാസം കിട്ടി, അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടി, വലിയ സംഭവം ഉണ്ടായി. അപ്പോൾ അത് ജെറുസലേമിൽ അറിഞ്ഞു, സഭയിൽ അറിഞ്ഞു. അപ്പോൾ യഹൂദർക്ക് മാത്രമല്ല വിജാതിയർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയെന്നുള്ള കാര്യമൊക്കെ അറിയാണ്. ഉടനെ തന്നെ അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ നേതൃത്വം ബാർണബാസിനെ അങ്ങോട്ട് അയക്കുകയാണ്. ഈ ബാർണബാസിൻ്റെ സ്വഭാവം പറഞ്ഞിരിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, വിശ്വാസമുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയേ, അപ്പസ്തോലപ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിൽ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ വ്യക്തികളെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് പോലെ ബാർണബാസിനെ കുറിച്ച് പറയുകയാണ്. അവൻ പകുതി പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ആളല്ല, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. കഴിഞ്ഞ നാൾ നമ്മൾ കേട്ടതുപോലെ നദി ഇറങ്ങുമ്പോൾ കാലോളം മുട്ടോളം അരയോളം അല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, വിശ്വാസമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിറഞ്ഞ ഇതൊക്കെ തമ്മിൽ ചില ബന്ധമുണ്ട്. അത് ഈ ടോക്കിന്റെ അവസാനം മനസ്സിലാവും. ആ വ്യക്തികളുടെ പ്രത്യേകത എന്താ? ചില പ്രത്യേകതകളുണ്ട്. ഈ ബാർണബാസ് ഈ ഗ്രീക്കുകാരുടെ അല്ലെങ്കിൽ ആ വിജാതീയർക്ക് കൃപ കിട്ടിയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ബാർണബാസ് അവിടെ ചെന്നപ്പോൾ ബാർണബാസിൻ്റെ ചില സ്വഭാവ പ്രത്യേകതകൾ അതോടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11-ാമത്തെ അധ്യായത്തിൻ്റെ 23, 24 തിരുവചനങ്ങളല്ല. ആക്ട്സ് 11:23-24. അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിന്റെ അനുയായികളായി തീർന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ ഈ ബാർണബാസ് ഈ പുതുതായി വിശ്വാസം സ്വീകരിച്ച ഈ വിജാതി അല്ലെങ്കിൽ അങ്ങനത്തെ സമൂഹത്തെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശ്വാസം നിറഞ്ഞ ബാർണബാസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്ന്,
ചെല്ലുന്നിടത്ത് ദൈവത്തിന്റെ കൃപാവരം ദർശിക്കണം, അല്ലാതെ കുറവല്ല ദർശിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്ന് സഹോദരൻ ചിന്തിക്കുക. ബാർണബാസ് യഹൂദനായ അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ച ബാർണബാസ് പരിശുദ്ധാത്മാവിന്റെ വിശ്വാസവും കൃപയൊക്കെ ഔദ്യോഗികമായി അപ്പസ്തോലന്മാരും നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാർണബാസ് ഈ ലൊട്ടിലൊടുക്ക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഇപ്പൊ പെട്ടെന്ന് വിശ്വാസം സ്വീകരിച്ച അങ്ങനത്തെ അവരുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കണ്ടപ്പോൾ അല്ലേ അതാ അവരുടെ ആ കൃപാവരം കണ്ട് സന്തുഷ്ടനാവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെല്ലുന്ന സ്ഥലത്തെല്ലാം കുറവല്ല കാണുന്നത്, കൃപാവരമായിരിക്കും കാണുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശരിക്കും പറഞ്ഞാൽ ബാർണബാസ് അവിടെ ചെന്ന് എന്താ പറയുന്നത്? നിങ്ങളുടെ ആ പ്രാർത്ഥന ശരിയല്ല, നിങ്ങളുടെ ഈ കാര്യം ശരിയല്ല, ഇത് ഫുൾ അങ്ങനെയല്ല വരേണ്ടത്, അങ്ങനെ ഒന്നും പറയുന്നില്ല. അവരുടെ കൃപാവരം കണ്ടിട്ട് അങ്ങനെ സന്തോഷനാവുകയാണ്. പലപ്പോഴും നമ്മളെയാണ് പല കാര്യങ്ങളും നിയോഗിക്കാൻ ആദ്യം ചെന്ന കുറ്റവും കുറവും തന്നെ അങ്ങോട്ട് കണ്ടുപിടിക്കണം. അത് ജീവിത പങ്കാളിയുടെ ആയിക്കോട്ടെ, മക്കളുടെ ആയിക്കോട്ടെ, മാതാപിതാക്കന്മാരെ ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റിയുടെ ആരുടെ ആണെങ്കിലും, എന്നിട്ട് ഫുൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുകയും ചെയ്താൽ മതി. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധി അമ്മ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധി അമ്മ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ എന്താണ് അവിടെ കാണുന്നത്? അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിന്റെ കുറവ് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനോ ഇതെന്നാ ഇങ്ങനെ ഒരു ആലോചന, ഇതൊന്നുമല്ല. അവിടെ ഈശോ നിൽക്കുവാണ്. അതുകൊണ്ട് ഈശോയുടെ കൃപാവരത്തിന്റെ നിറവ് അവരെ വെളിപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താ? പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാ വിശ്വാസവും നിറഞ്ഞവളാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 35-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരാ പരിശുദ്ധ അമ്മ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 45-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 45. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ആരാ പരിശുദ്ധ അമ്മ? വിശ്വാസത്തിൽ നിറഞ്ഞവള്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, വിശ്വാസം നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ, വിശ്വാസം നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാര്, വിശ്വാസം നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ബാർണബാസ്, അല്ലേ? അവരെല്ലാം സന്തോഷനാവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപാവരം കണ്ട് സന്തോഷനാവുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം കണ്ട് സന്തോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കളമൊരുക്കുകയാണ്. അല്ലാതെ മറ്റു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയുടെ കാര്യങ്ങളുമായിട്ടുള്ള സംസാരമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊരു സന്തുഷ്ടനാകണം. അല്ലാതെ ഒന്ന് കൃപാവരം ദർശിക്കണം. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് കൃപാവരം ദർശിക്കണം. എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ കൃപ ഇങ്ങനെ ദർശിച്ചുകൊണ്ടിരിക്കണം. കുറവല്ല കാണേണ്ടത്. കാര്യം വ്യക്തികൾക്ക് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതല്ല കാണേണ്ടത്, അവരുടെ കൃപയെ കാണാൻ വേണ്ടി പഠിക്കണം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നണം, അല്ലേ? അതല്ലേ അപ്പോസ്തലർ 11, 23, 24 അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ചു, എന്നിട്ട് നല്ല സന്തോഷനാവുകയാണ് അവിടെ ചെയ്യുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ അസൂയ അല്ല നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. സംഖ്യയുടെ പുസ്തകത്തിൽ കാണുന്ന രംഗമുണ്ട്. സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 24 and 13. മോശ പുറത്ത് ചെന്ന കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മെദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്കും ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു.
ഇത് കേട്ട് നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭോ അവരെ വിലക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. നിങ്ങൾക്ക് ആ വായനയെ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് നമുക്ക് മോശയുടെ ചൈതന്യത്തിൽ നിന്ന് കുറച്ചെടുത്ത് 70 നേതാക്കന്മാർക്ക് കൊടുക്കുമ്പോൾ മോശയ്ക്ക് അസൂയയില്ല, സന്തോഷമാണ്, സന്തുഷ്ടിയാണ്. ഹല്ലേലൂയ. Hallelujah. ലിസ്റ്റിൽ പെടാത്ത 2 പേര് പുറത്തു നിന്ന് അവർ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയ്ക്ക് ആനന്ദമാണ്, സന്തുഷ്ടിയാണ്. ജോഷുവായിക്ക് വന്ന അസൂയയാണ്. ചിന്തിച്ച് നോക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ പിന്നെ അസൂയയ്ക്ക് സ്ഥാനമില്ല. ദൈവത്തിൻ്റെ കൃപാവരം ദർശിക്കും എല്ലാവരിലും. എന്നിട്ട് അതിനകത്തൊരു സന്തോഷം. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ചിന്തിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളില് ഏലി പ്രവാചകന്റെ അടുക്കൽ വളർത്താൻ ഏൽപ്പിച്ച ചെറിയ കുഞ്ഞായിരുന്നു സാമുവൽ. സാമുവലിനെ ഏലി പുരോഹിതൻ വളർത്തി തന്നേക്കാൾ വലിയവനാക്കി. ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ മാത്രമായിരുന്നെങ്കിൽ സാമുവല് പുരോഹിതനായി, പ്രവാചകനായി, ന്യായാധിപനായി. എന്നിട്ടും ഏലി അത് കണ്ട് സന്തോഷിക്കുകയാണ് സഹോദരങ്ങളെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. ശരിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് അങ്ങനത്തെ സന്തോഷം. ഞാൻ ഓർക്കാണ് നമ്മുടെ ബെനറ്റ് ബനാറ മാർപ്പാപ്പ, മറ്റു മാർപ്പാപ്പയെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടതിൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് ബെനറ്റ് മാർപ്പാപ്പയ്ക്ക് തൊട്ടുമ്പോൾ വിശുദ്ധനായ ജോൺ ബോൾ മാർപ്പാപ്പയായിരുന്നു നമുക്കറിയാം. അപ്പോൾ ബെനറ്റ് മാർപ്പാപ്പ സ്ഥാനമെടുത്ത ഏറ്റവും ആദ്യത്തെ നാളുകളിൽ മാർപ്പാപ്പയുടെ ടോക്കുകൾ കേൾക്കുമ്പോൾ അറിയാം, ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഈ ബെനറ്റ് മാർപ്പാപ്പ കോട്ട് ചെയ്ത് പറയും. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അല്ലെ വിവായിൽ പാപ്പയെ കുറിച്ച് അതേപോലെ കൈയടിക്കുകയാണ്. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഇങ്ങനത്തെയൊക്കെയുള്ള ചില കൺവെൻഷനിൽ അല്ലെങ്കിൽ ചില ശുശ്രൂഷകളിൽ അപ്പോൾ ജനം കൈയടിച്ച് തീരണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റ് എടുക്കും. അപ്പോൾ ജനം കൈയടിക്കാൻ തുടങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ബെനറ്റ് മാർപ്പാപ്പ പ്രസംഗം ഒന്ന് നിർത്തും. എന്തിനാണെന്നറിയാവോ? ഈ കയ്യടി ഒന്ന് തീരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും മാർപ്പാപ്പ പ്രസംഗം 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെയ്ത ഏതെങ്കിലും നല്ല കാര്യം വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പറയും. നോക്ക്, മുമ്പേ പോയവരെ കുറിച്ച് പുറകെ വരാനിരിക്കുന്നവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് കൈവടിയൊക്കെ മേടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് പറ്റൂ. Hallelujah. ഇവിടെ പരിശുദ്ധ ഉദാഹരണമാണ്. കൃപാവരം ദർശിക്കണം പോരാ, അതിനകത്ത് നല്ല സന്തോഷം വരണം. ലൂക്ക 1:39-40. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായിട്ട് വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ഹല്ലേലൂയാ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ വിശ്വാസം നിറഞ്ഞവള്. ഇപ്പൊ എലിസബത്ത് ഗർഭവതി ആയാലോ അതിനകത്ത് സ്വർഗത്തിന് ഇടപെടലുണ്ടല്ലോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചിന്തകളല്ല വരുന്നത്. അതുകൊണ്ട് സന്തോഷിക്കുകയാണ്, സന്തോഷനാകുകയാണ്, സന്തുഷ്ടയാകുകയാണ്. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ റിയൽ അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു പ്രത്യേകത, പരിശുദ്ധാത്മാവ് തന്നെ വിശ്വാസം നിറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യരെയും ശക്തിപ്പെടുത്താനുള്ള, പരിശുദ്ധാത്മ എപ്പോഴും ശക്തിപ്പെടുത്തുവാണ്. വേറെ ഒരു സജഷൻ കൊടുക്കുമെന്നല്ല, അവനായിരിക്കുന്ന കൃപാവരങ്ങൾ ശുശ്രൂഷ അവരങ്ങളെ ശക്തിപ്പെടുത്തും. വീണ്ടും നമുക്ക് അതിനെ ഒന്നുകൂടെ അങ്ങ് വായിക്കാം. ആവർത്തിച്ച് വായിക്കുന്ന ഹൃദയത്തിൽ പതിയുന്നതിന് കാരണമായിട്ട് തീരും. അപ്പോസ്തല പ്രവർത്തനം 11:23-24 അതിനെ വീണ്ടും വായിക്കുകയാണ്. അവൻ ചെന്ന് ബർന്നബാസ് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ചു, സന്തോഷനായി. നമ്മളത് കണ്ടു. എന്നിട്ട് പറയാം, കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കണ്ടോ? കാരണം എന്താ? അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞൊരു നല്ല മനുഷ്യനായിരുന്നു. ഹല്ലേലൂയാ. കാരണം പറഞ്ഞിരിക്കുക. എന്താ കാരണം? ഇങ്ങനെ ദൃഢനിശ്ചയത്തോടെ വിശ്വസ്തത നിലകൊള്ളാൻ പറയാൻ കാരണം അവൻ പരിശുദ്ധാത്മാവ് വിശ്വാസം നിറഞ്ഞ ആളാണ്. നിങ്ങൾ ഇത് ചോദിക്കുക, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ അപ്പസ്തോലന്മാരുടെ പ്രത്യേകത എന്താ? അപ്പോസ്തല പ്രവർത്തനം 14:22 വിശ്വാസത്തെ നിലനിൽക്കണമെന്നും
നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, തളർന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ പരിശുദ്ധാത്മാവുള്ള ജീവിത പങ്കാളിയാണെങ്കിലുണ്ടല്ലോ അങ്ങ് പറഞ്ഞ് ശക്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ശാപവാക്കുകൾ കുത്തുവാക്കുകൾ അല്ല പറയുന്നത്. സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവുള്ളവൻ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം കാണിച്ചു. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാ വിശ്വാസം. പരിശുദ്ധമായ പ്രത്യേകത എന്താ? എന്റെ സഹോദരങ്ങളെ, യേശുവിന്റെ കുരിശുമരണത്തിന്റെ സമയത്ത് പരിശുദ്ധ അമ്മ എവിടെയായിരുന്നു? അല്ലേ? അവിടെ കിടന്ന് ചങ്കപ്പെട്ട് നിലവിളിച്ച പുത്ര മരിച്ചിരുന്ന കരയല്ലല്ലോ ചെയ്തത്. ദൈവഗതത്തിന് സ്വയം കീഴ്വഴങ്ങിക്കൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞിട്ട് ഇതാ കർത്താവ്, അതേ വചനം തന്നെ യേശു തന്റെ ജീവിതത്തെ പ്രാവർത്തികമാക്കുമ്പോൾ അതിന് കരുത്ത് പകർന്നുകൊണ്ടിരിക്കുമല്ലേ പരിശുദ്ധ അമ്മ, ശക്തിപ്പെടുത്തുമല്ലേ പരിശുദ്ധ അമ്മ, അല്ലേ? ചിന്തിച്ചു നോക്ക്. വീണ്ടും പരിശുദ്ധ അമ്മ താഴ്ന്നുപോയ അപ്പസ്തോലന്മാരെ വീണ്ടും ഒരുമിച്ച് കൊണ്ട് പെന്തക്കോസ്തേക്ക് ശക്തിപ്പെടുത്തിയില്ലേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വിശ്വാസം നിറഞ്ഞ പ്രത്യേക വ്യക്തിയുടെ അടുത്ത പ്രത്യേകതയാണ് ആ വ്യക്തി ഒരു നല്ല മനുഷ്യനായിരിക്കും. അത് നമുക്കറിയാം, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അഞ്ചാമത്തെ പ്രത്യേകതയാണ് പരിശുദ്ധാത്മാവ് വിശ്വാസവും നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ കർത്താവിന് ഒരുപാട് അനുയായികളുണ്ടാകും. അവനവനല്ല, കർത്താവിന് ഒരുപാട് അനുയായികളുണ്ടാകും. ഒന്നുകൂടെ വായിക്കാം. അവൻ ചെന്ന ദൈവത്തിന്റെ കൃപാവരം ദർശിച്ച് സന്തോഷനാവുകയും കർത്താവിനോട് വിശ്വസ്തയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവർ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവിൻ വിശ്വാസം നിറഞ്ഞൊരു നല്ല മനുഷ്യനായിരുന്നു. അടുത്ത വാക്കെന്താ? നിരവധി ആളുകൾ കർത്താവിന്റെ അനുയായികളായി തീർന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇന്ന് അവനവൻ അനുയായികളെ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം, പരിശുദ്ധാത്മാവാണോ? അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? അപ്പസ്തോലന്മാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിനാണ് അനുയായികളായിട്ട് ഉണ്ടായി വന്നുകൊണ്ടിരുന്നത്. അപ്പസ്തോലൻ 9-ാമത്തെ അധ്യായം കാണുന്ന രംഗമുണ്ട്. അവിടെ ഐനിയാസ് എന്ന് പറയുന്ന ഒരാളെ പത്രോസിക സുഖപ്പെടുത്തി കഴിഞ്ഞു. പത്രോസിനായിട്ട് ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ? സകല ജനങ്ങൾ അവനെ കണ്ടിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞത്? പരിശുദ്ധ അമ്മ പറഞ്ഞ അവൻ പറയുന്നത് ചെയ്യുവൻ, അവനിലേക്ക് യേശുവിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്ത നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിക്കുന്ന അനുഭവമായിട്ട് മാറണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിലെല്ലാം ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഒരുക്കിയ നല്ല ദിവസത്തിൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 രാജാക്കന്മാർ 3:15 വചനപ്രകാരം ഒരു നല്ല ദൈവസ്തുതിപ്പുകൾ, നല്ല ഗാനാലാപം, നല്ല പ്രൈസാവർഷിപ്പം നടക്കുന്ന സമയത്ത് ആ സ്ഥലങ്ങളിൽ, ആ വ്യക്തികളിൽ തള്ളി അലച്ച് വരുന്ന പ്രവാഹം പോലെ കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ കുത്തൊഴുക്കുണ്ടാകുന്ന വചനം വെളിപ്പെടുത്തുന്നു. ഓരോരുത്തരും കാര്യങ്ങൾ ഉച്ചത്തെ സ്തുതിക്കുകയാണ്. വരദാനങ്ങൾ നിറയട്ടെ, ഫലങ്ങൾ ഉജ്ജ്വലിക്കട്ടെ, ദാനങ്ങൾ ഉജ്ജ്വലിക്കട്ടെ, കാര്യങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കുന്ന ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളോ, ഒഴുകണമേ നീ നദിയായി, നിറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളോ, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ജ്വലനം, ഒരു പുതിയ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ.